السلام عليكم ورحمة الله وبركاته. الحمد لله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊച്ചു കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഇനി അടുത്തതായി നമുക്ക് വായിക്കാനുള്ള വരിയിൽ ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നു, وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. വളരെയധികം പ്രാധാന്യമുള്ള അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ട വലിയൊരു അസ്ലാണ്, വലിയൊരു അടിസ്ഥാന വിഷയമാണ് ഷെയ്ഖ് റഹിമഹുള്ള ഈ വരിയിലൂടെ പറയുന്നത്. അതായത് മസാദിറു തലഖി വൽ ഇസ്തിദ്ലാൽ, ദീൻ സ്വീകരിക്കുന്നതിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അഹ്ലുസുന്നയുടെ അടുക്കൽ ദീൻ സ്വീകരിക്കാനുള്ള അവലംബം, സ്രോതസ്സുകൾ, തെളിവ് പിടിക്കാനുള്ള അവലംബം എന്താണ്? ഇതാണ് അദ്ദേഹം ഈ വരിയിലൂടെ പറയുന്നത്. ഷെയ്ഖ് പറയുന്നു, വ അഖൂലു, ഞാൻ പറയും. അതായത് ദീനിയായ വിഷയങ്ങളിൽ തെളിവ് പിടിക്കുമ്പോഴുള്ള അവലംബമായി ഞാൻ പറയും, ഖാല അല്ലാഹു ജല്ല ജലാലുഹു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് ഞാൻ ദീനീ വിഷയങ്ങളിൽ തെളിവ് പിടിക്കുമ്പോഴുള്ള അവലംബമായി ഞാൻ പറയും. വൽ മുസ്തഫൽ ഹാദി, ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതായത് ദീൻ സ്വീകരിക്കുന്നതിനുള്ള സ്രോതസ്സായി, ദീനീ വിഷയങ്ങളിൽ തെളിവ് പിടിക്കുമ്പോഴുള്ള അവലംബമായി ഞാൻ പറയുക, അള്ളാഹു എന്താണോ പറഞ്ഞത് അതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ പറയുക. വലാ അതഅവ്വലു, ഞാൻ അതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല. എൻ്റെ വകയായി അർത്ഥം മാറ്റി പറഞ്ഞ് അതിനെ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയില്ല എന്നാണ് അദ്ദേഹം ഈ വരിയിലൂടെ പറയുന്നത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ദീനിൻ്റെ ഏത് വിഷയങ്ങളായാലും, അത് വിശ്വാസ കാര്യങ്ങളായാലും ഇബാദത്തിൻ്റെ കാര്യങ്ങളായാലും, അത് സ്വീകരിക്കുന്നതിന് അഹ്ലുസുന്നയുടെ സ്രോതസ്സുകൾ ഖുർആനും സുന്നത്തും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നതാണ് അവരുടെ അടിസ്ഥാനം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും, അഥവാ ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുകയും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ തൊട്ട് നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ഒഴിവാക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ കാണാം, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ,
ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഹിദായത്തിൻ്റെ ഏക മാർഗമെന്നുള്ളത് ഖുർആനും സുന്നത്തും ഇത്തിബാഅ് ചെയ്യലാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഴിപിഴച്ചു പോവാതിരിക്കാനുള്ള മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം ഏതൊരു വിഷയത്തിലും ഒരു മുസ്ലിമിൻ്റെ നിലപാട്, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിൽ. ഇത് നമ്മൾ ലാമിയ എന്ന ദർസിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആ സന്ദർഭത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ വിശ്വാസ കാര്യങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലാതെ സ്വീകരിക്കുകയില്ല എന്ന ഒരടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് സഹോദരങ്ങളെ വഴികേടിലേക്കുള്ള മാർഗമെന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അഹ്ലുസുന്നയുടെ അടുക്കൽ ഇതാണ് ദീൻ സ്വീകരിക്കുന്നതിൻ്റെ സ്രോതസ്സുകൾ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ആദർശം. ഒരിക്കലും ആരുടെയെങ്കിലും ബുദ്ധിയിൽ നിന്നൊരു തിരിഞ്ഞു വന്ന ഒരു ആദർശമല്ല അഹ്ലുസുന്നയുടെ ആദർശം. ഏതെങ്കിലും തത്വശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വപ്നങ്ങൾ, വെളിപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവലംബമാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ കള്ളക്കഥകൾ, ദുർബലവും നിർമ്മിതവുമായ ഉദ്ധരണികൾ, ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി അവലംബമാക്കിയിട്ടുള്ള ഒരു ആദർശമല്ല ഇസ്ലാമിൻ്റെ ആദർശം എന്നുള്ളത്, അഹ്ലുസുന്നയുടെ ആദർശം എന്നുള്ളത്. ഈ പറഞ്ഞതൊന്നുമല്ല അഖീദയുടെ അവലംബം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഖുർആനും പരിശുദ്ധ ഖുർആനും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ സുന്നത്തും സഹീഹായ ഹദീസുകളും, ഇത് മാത്രമാണ് ദീനിൻ്റെ സ്രോതസ്സുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു ഖാഇദയായി, തത്വമായി ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും: അൽ അസ്ലു ഫിൽ അഖാഇദി അത്തൗഖീഫ്. വിശ്വാസകാര്യങ്ങളിലുള്ള അടിസ്ഥാനം എന്നുള്ളത് തൗഖീഫാണ്. തൗഖീഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിടത്ത് നിൽക്കുക, അതിൽ പരിമിതപ്പെടുത്തുക, അതാണ് തൗഖീഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വിശ്വാസകാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മാത്രമാണ്. അതിൽ വന്നതെന്തോ അതിൽ പരിമിതപ്പെടുത്തുക. അഖീദയിലെ ഏതൊരു വിഷയത്തിലും സഹോദരങ്ങളെ, ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അല്ലാതെ ചില പിഴച്ച വിഭാഗത്തിൻ്റെ ആളുകളൊക്കെ പറയാറുള്ളത് പോലെ ഇന്ന ചിന്തകൻ പറഞ്ഞു, ഇന്ന വ്യക്തി പറഞ്ഞു, യുക്തിപരമായി ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, ഇന്നതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞത്, ഇതൊന്നുമല്ല അഖീദ സ്വീകരിക്കുന്നതിൻ്റെ മാർഗം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, അതാണ് ദീൻ സ്വീകരിക്കാനുള്ള ഏക മാനദണ്ഡം, ഏക അവലംബം. ഇത് വിശ്വാസകാര്യങ്ങളിൽ മാത്രമല്ല, ഇബാദത്തിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇപ്രകാരം പറയാറുള്ളത്: അൽ അസ്ലു ഫിൽ ഇബാദാത്തി അത്തൗഖീഫ്. ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്നുള്ളത് അത്തൗഖീഫ്. തൗഖീഫ് എന്താണ് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. അഥവാ ഖുർആനിലും സുന്നത്തിലും എന്തു വന്നു അതിൽ പരിമിതപ്പെടുത്തുക. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് പുറത്തു പോകുന്നവയാണ് ബിദ്അത്തുകൾ. അമലുകളുടെ വിഷയത്തിൽ ഈ പറഞ്ഞ അസ്ലിൽ നിന്ന് പുറത്തു പോകുന്നവയാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. അഥവാ തെളിവില്ലാത്ത പുതുനിർമ്മിതികളായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞത്: വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുതുനിർമ്മിതികളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെയുള്ള എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ആ വഴികേടുകളെല്ലാം നരകത്തിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമൽ ചെയ്യാൻ നമ്മുടെ കൽപ്പനയില്ല എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ നോക്കൂ,
ഈ അസ്ലിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ടാണ് ആ അമൽ സ്വീകരിക്കപ്പെടാത്തത്. ഖുർആനിലോ സുന്നത്തിലോ കൽപ്പനയില്ലാത്ത, നിർദ്ദേശമില്ലാത്ത ഒരു കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ദീനിൻ്റെ എല്ലാ വിഷയത്തിലും ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനം എന്നുള്ളത്. പ്രത്യേകിച്ചും അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ അസ്മാ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങളുടെ വിഷയമെന്നുള്ളത്. അതിലും നമ്മൾ ഈ ഒരു അസ്ല് വളരെയധികം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഷയമാണ് തൊട്ടടുത്ത വരികളിൽ അദ്ദേഹം പറയുന്നത്. ഇനി വായിക്കാനുള്ള വരികളിൽ ഈ അസ്മാഉ സിഫാത്തുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള വരിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ കലാം എന്ന സിഫത്തിനെക്കുറിച്ച്, റബ്ബിൻ്റെ കലാം എന്ന വിശേഷണവും അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നൊക്കെ തെളിവുകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് അവൻ്റെ കലാം, സംസാരം എന്നുള്ളത്. ആ സംസാരത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ അതിനുള്ള ഹദീസുകളും ആയത്തുകളും തെളിവായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളും മറ്റു വിശേഷണങ്ങളുടെയും ഒക്കെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉണ്ട് എന്ന് പറഞ്ഞ അവൻ്റെ നാമങ്ങളും സിഫാത്തുകളും വിശേഷണങ്ങളും, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനുള്ളതായി നമുക്ക് പറഞ്ഞു തന്ന നാമങ്ങളും വിശേഷണങ്ങളും എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതല്ലാത്തതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പുതുതായി പറയാവുന്നതല്ല. ഖുർആനിലും ഹദീസിലും വന്നതല്ലാതെ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കരുത്. കാരണം എന്താണ്? വിശ്വാസകാര്യങ്ങളെല്ലാം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ കാര്യമാണ്, അദൃശ്യമാണ്, നാം കണ്ടിട്ടില്ല. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്, എങ്ങനെയാണ് എന്ന് നമുക്കറിയുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും നന്നായി അറിയുന്നതാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നമ്മുടെ അവലംബം അള്ളാഹു പറഞ്ഞു തന്നതും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതും മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അസ്മാഉല്ലാഹി വസിഫാതുഹു തൗഖീഫിയ്യ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അത് തൗഖീഫാണ്. അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തൗഖീഫാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആനിലും ഹദീസുകളിലും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളായി പറയപ്പെട്ടതെന്തോ അതിൽ പരിമിതപ്പെടുത്തുക. അൽ-ഇമാം അദ്ദാരിമി റഹിമഹുല്ലാ അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു വനസിഫുഹു, അള്ളാഹുവിനെക്കുറിച്ച് നാം വിശേഷണമായി പറയും ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു സ്വന്തത്തിന് എന്താണോ വിശേഷണമായി പറഞ്ഞത് അത് നമ്മൾ പറയും. ഔ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണോ വിശേഷണമായി പറഞ്ഞത് അതും അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അവൻ്റെ സിഫത്തായി പറയും. അൽ-ഇമാം അസ്-സിജ്സി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു വഖദ് ഇത്തഫഖത്തിൽ അഇമ്മതു, പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് അല അന്ന സിഫാത്തി ലാ തുഖദു ഇല്ലാ തൗഖീഫിയ്യ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത് അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലാതെ സ്വീകരിക്കപ്പെടാവതല്ല. വലാ യജൂസു അൻ യൂസഫ അല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു ഔ വസഫ ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെക്കുറിച്ച് വിശേഷണമായി പറഞ്ഞു തന്നതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെക്കുറിച്ച് വിശേഷണമായി പറഞ്ഞു തന്നതുമല്ലാതെ അള്ളാഹുവിനെക്കുറിച്ച് വിശേഷണമായി പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കൂ, ഇബ്നു മൻദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു വ അസ്മാഉല്ലാഹി വസിഫാതുഹു തൗഖീഫിയ്യ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്നുള്ളത് തൗഖീഫാണ്, അഥവാ ഖുർആനിലും സുന്നത്തിലും വന്നതിൽ പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. വ അഹ്ലുസുന്ന വൽ ജമാഅ, അവരുടെ ആദർശം എന്നുള്ളത്
ലാ യുസ്ബിതൂന ലില്ലാഹി ഇല്ലാ മാ അസ്ബതഹു ലിനഫ്സിഹി ഫീ കിതാബിഹി. അള്ളാഹുവിന് അവൻ്റെ പരിശുദ്ധ കിതാബിലൂടെ, ഖുർആനിലൂടെ എന്തെല്ലാം നാമങ്ങളും വിശേഷണങ്ങളും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലാതെ അവർ സ്ഥിരപ്പെടുത്തുകയില്ല. ഔ സഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്ന അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്തെല്ലാമുണ്ടോ അതല്ലാതെ അള്ളാഹുവിന് അവർ അസ്മാഉകളായി, നാമങ്ങളായി, വിശേഷണങ്ങളായി മറ്റൊന്നും സ്ഥിരപ്പെടുത്തുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ദീനിൻ്റെ ഏത് വിഷയത്തിലും അഹ്ലുസുന്നയുടെ അവലംബം ഖുർആനും സുന്നത്തും മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരി, എന്നാൽ എങ്ങനെയാണ് ഈ ഖുർആനും സുന്നത്തും നാം സ്വീകരിക്കേണ്ടത്? അതിനൊരു മാർഗമുണ്ട്, അതിനൊരു രീതിയുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മൾ സ്വീകരിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്, ഒരു രീതിയുണ്ട്. എങ്ങനെയാണ് ഖുർആനിലെയും സുന്നത്തിലെയും തെളിവുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും തോന്നിയതുപോലെയോ മനുഷ്യൻ്റെ ബുദ്ധിക്കും ഇച്ഛകൾക്കും അവൻ്റെ ആഗ്രഹങ്ങൾക്കും യോജിക്കുന്നത് പോലെയാണോ? ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മാത്രമാണ് ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സഹാബത്തിൽ നിന്ന് താബിഉകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞ സഹാബത്തടക്കമുള്ള ഉത്തമരായ ആദ്യ 3 തലമുറ, അവരാണ് സച്ചരിതരായ നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ. അവർ എങ്ങനെയാണോ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. ഇതിനെതിരാകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം ഇത് മാത്രമാണ് ഹിദായത്തിൻ്റെ വഴി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഥവാ ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഹിദായത്തിൻ്റെ വഴി. അല്ലാതെ ഖുർആനും സുന്നത്തും അവനവൻ്റെ ഹവക്കനുസരിച്ച്, അവനവൻ്റെ ബുദ്ധിക്കും ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അത് ദലാലത്തിൻ്റെ വഴിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഹിദായത്തിൻ്റെ ഏക മാർഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ള കാര്യം എന്താണ്? ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ലാഹു പറയുന്നു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അവിടെ ഉദ്ദേശിക്കുന്നത് സഹാബത്തിനെയാണ്. സഹാബികൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലാകുമായിരുന്നു, അവർക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നു. അപ്പോൾ നോക്കൂ, ഹിദായത്ത് ലഭിക്കാനുള്ള മാർഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സഹാബത്തിൻ്റെ ഈമാൻ പോലെ ഈമാൻ ഉണ്ടാവുക, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യം കേട്ട് മനസ്സിലാക്കിയവർ സഹാബത്താണ്. അവരെങ്ങനെ മനസ്സിലാക്കുകയും ശേഷമുള്ള താബിഉകളിലേക്ക് അവർ എങ്ങനെ കൈമാറുകയും ചെയ്തുവോ, ആ താബിഉകൾ തബഉ താബിഈങ്ങൾക്ക് എങ്ങനെ കൈമാറുകയും മനസ്സിലാക്കുകയും ചെയ്തുവോ, ആ ഒരു ഫഹമനുസരിച്ച് മാത്രമാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, വിശ്വാസകാര്യങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന അവലംബം എന്നത് ഖുർആനും സുന്നത്തും അത് സച്ചരിതരായ മുൻഗാമികൾ സലഫുസ് സാലിഹീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ഈ ഒരു വിഷയം, അള്ളാഹുവിൻ്റെ അസ്മാഅകളെക്കുറിച്ച്, സിഫാത്തുകളെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെക്കുറിച്ച് വിശ്വസിക്കുകയും ചെയ്തുവോ, അങ്ങനെ അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ ആദർശം. എന്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകളുടെയും സിഫാത്തുകളുടെയും വിഷയത്തിൽ സലഫുകളുടെ നിലപാട്? പ്രമാണങ്ങളിൽ വന്നത് അതുപോലെ തന്നെ വിശ്വസിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ സലഫുകളുടെ നിലപാട്. അത് ദുർവ്യാഖ്യാനിക്കാതെ, അർത്ഥം മാറ്റി പറയാതെ, അതിനെ പാടെ നിഷേധിക്കാതെ, എങ്ങനെയാണോ ഖുർആനിലും സുന്നത്തിലും അത് വന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ മുൻഗാമികളുടെ നിലപാട്. അതാണ്
ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഈ വരിയിൽ അവസാന ഭാഗത്ത് പറയുന്നത് വലാ അതഅവ്വലു, ദീൻ സ്വീകരിക്കാനുള്ള സ്രോതസ്സായി തെളിവ് പിടിക്കുമ്പോഴുള്ള അവലംബമായി ഞാൻ പറയും അള്ളാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന്. വലാ അതഅവ്വലു, ആ തെളിവുകളെ, ഖുർആനും ഹദീസുമാകുന്ന ആ തെളിവുകളെ ഞാൻ തഅവീൽ ചെയ്യുകയില്ല, ഞാൻ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ തഅവീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഹരീഫ് എന്ന അർത്ഥമാണ്. തഹരീഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ അർത്ഥം മാറ്റി പറഞ്ഞ് ഞാൻ ദുർവ്യാഖ്യാനം നടത്തുകയില്ല എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. തഅവീൽ ചെയ്യുക, ദുർവ്യാഖ്യാനം നടത്തുക, തഹരീഫ് നടത്തുക എന്നത് അഹ്ലുസുന്നയുടെ രീതിയല്ല, മറിച്ച് ബിദ്അത്തുകാരുടെ രീതിയാണ്. അവരുടെ ആദർശത്തെ ന്യായീകരിക്കാൻ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം നടത്തുക എന്നത്. അവരുടെ ആ ആദർശം, ദുർവ്യാഖ്യാനം നടത്തിയിട്ടുള്ള അവരുടെ ആ ആദർശം അവരിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടാൻ അവർ നൽകിയ ഒരു പേരാണ് തഅവീൽ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതിന് തഹരീഫ് എന്നാണ് പറയേണ്ടത്. അഥവാ ബാത്തിലായ തഅവീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെറ്റായ വിശദീകരണം, വ്യാഖ്യാനം എന്ന് നമുക്കതിനെ ചുരുക്കി പറയാവുന്നതാണ്. തഅവീൽ എന്നുള്ളത് അതിൽ സ്വീകരിക്കപ്പെടുന്ന തഅവീലുമുണ്ട്, തള്ളപ്പെടേണ്ട ബാത്തിലായ തഅവീലുമുണ്ട്. തഅവീൽ എന്ന വാക്ക് പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടാറുണ്ട്. അതിലൊന്നാമത്തെ അർത്ഥം എന്നുള്ളത് ഒരു കാര്യം സംഭവിക്കുക, യാഥാർത്ഥ്യമാവുക എന്നതിന് തഅവീൽ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്നതിന്, സംഭവിക്കുന്നതിന് തഅവീൽ എന്ന് പറയൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹൽ യൻദുറൂന ഇല്ലാ തഅവീലഹ്, അത് സംഭവിക്കുക, യാഥാർത്ഥ്യമായി തീരുക എന്നതല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ അവിടെ തഅവീൽ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വുഖൂഉ ഷൈ വ ഹഖീഖതുഹു, ഒരു കാര്യം യാഥാർത്ഥ്യമാവുക, സംഭവിക്കുക എന്നുള്ളതിന് തഅവീൽ എന്ന് പറയും. രണ്ടാമത്തെ ഒരർത്ഥം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ വിലക്കുകൾ, അത് അനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതാണ്. കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക, ഇതിന് തഅവീൽ എന്ന് പറയും. അഥവാ ദീനിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യുന്നതിന് തഅവീൽ എന്ന് പറയാറുണ്ട്. അതിനുള്ള തെളിവെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ തഅവീലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്ന് ഹദീസിൽ കാണാം. സൂറത്തു അൻ-നസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ഫസബ്ബിഹ്, നീ തസ്ബീഹ് ചെയ്യുക, ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, പാപമോചനം തേടുക എന്നുള്ളത്. ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം: സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്: യതഅവ്വലുൽ ഖുർആൻ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ഖുർആൻ തഅവീൽ ചെയ്തു. അവിടെ തഅവീലിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ അമലാക്കി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള ആ കാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നതാണ് ഇവിടെ തഅവീൽ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ തഅവീൽ എന്നതിൻ്റെ മറ്റൊരർത്ഥത്തിൽപ്പെട്ടതാണ് തഫ്സീർ, വിശദീകരണം, വ്യാഖ്യാനം എന്ന അർത്ഥത്തിൽ തഅവീൽ പ്രയോഗിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്, അതിൻ്റെ തഅവീൽ, വ്യാഖ്യാനം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അതുപോലെ തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത ആ ഒരു പ്രാർത്ഥനയുടെ വാചകങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണാം: അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്: അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ
ഈ കുട്ടിക്ക് നീ ദീനിൽ പാണ്ഡിത്യം നൽകണമേ. വഅല്ലിംഹു തഅ്വീൽ, നീ ഈ കുട്ടിക്ക് തഅ്വീൽ പഠിപ്പിക്കുകയും ചെയ്യണമേ. അപ്പോൾ തഅ്വീൽ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവിടെയുള്ള തഅ്വീൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? തഫ്സീറാണ്. ഖുർആനിൻ്റെ വിശദീകരണം നീ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിലൊക്കെ തഫ്സീർ എന്ന രീതിയിലാണ് തഅ്വീൽ എന്ന് പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തഅ്വീലിൻ്റെ മറ്റൊരർത്ഥത്തിൽപ്പെട്ടതാണ് ഇഖ്റാജുൽ മഅന അൻ ഹഖീഖതിഹി. ഒരു വാചകത്തിൻ്റെ അർത്ഥം, ആശയം അതിൻ്റെ ഹഖീഖത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റുക എന്നതിനും തഅ്വീൽ എന്ന് പറയും. ഒരു വാചകത്തിൻ്റെ അർത്ഥത്തെ അതിൻ്റെ ശരിയായ മാനയിൽ നിന്ന് മാറ്റുക, മറ്റൊരർത്ഥം പറയുക എന്നതിനും തഅ്വീൽ എന്ന് പറയാറുണ്ട്. അഥവാ സർഫുൽ ലഫ്ദി അൻ ളാഹിരിഹി ഇല മഅനൻ ആഖർ, ഒരു വാക്കിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് അതിനെ മാറ്റുക, ഇതിനെയും തഅ്വീൽ എന്ന് പറയും. എന്നാൽ സഹോദരങ്ങളെ, ഇത് നിരുപാധികം സ്വീകാര്യമല്ല. ഈ പറഞ്ഞ തഅ്വീൽ, അവസാനം പറഞ്ഞ ഈ തഅ്വീൽ, ഇത് നിരുപാധികം സ്വീകാര്യമല്ല. മറിച്ച് പണ്ഡിതന്മാർ അതിന് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെ ഒരു വാക്കിനെ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളത് ഇൻ കാന ബി ഖരീനത്തിൻ വ ദലീലിൻ മിനൽ കിതാബി വസ്സുന്നത്തി അവിൽ ലുഗ, ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള എന്തെങ്കിലും തെളിവിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാക്കിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന രീതിയിലേക്ക് മാറ്റുക എന്ന കാര്യം ചെയ്യുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന തഅ്വീലാണ്. അത് തെറ്റല്ല. ഇപ്പോൾ ഒരു വാചകത്തിൻ്റെ അർത്ഥം അതിൻ്റെ പ്രത്യക്ഷാർത്ഥമല്ല അവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഷാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ നമുക്ക്, അല്ലെങ്കിൽ ഭാഷാപരമായ ഒരു സാധൂകരിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ തഅ്വീൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു വലീമക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അവൻ അതിന് ആ ക്ഷണം സ്വീകരിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ കാന സായിമൻ, ഇനി അവൻ നോമ്പുകാരനാണെങ്കിൽ ഫലിയുസല്ലി, അവൻ അവിടെ സലാത്ത് ചെയ്യട്ടെ. വ ഇൻ കാന മുഫ്തിറൻ, അവൻ നോമ്പില്ലാത്തവനാണെങ്കിൽ ഫലിയത്അം, അവൻ ആ ക്ഷണം സ്വീകരിച്ചവൻ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യട്ടെ. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അവൻ നോമ്പുകാരനാണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഫലിയുസല്ലി, അവൻ സലാത്ത് ചെയ്യട്ടെ എന്നാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? നിസ്കാരമാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ ഉള്ള ഒരു ഇബാദത്താണ് സലാത്ത്. ആ സലാത്താണോ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്? അവൻ നിസ്കരിക്കട്ടെ, നോമ്പുകാരനായിട്ടാണ് വലീമക്ക് വേണ്ടി ഒരാൾ പോകുന്നതെങ്കിൽ അവൻ അവിടെ വെച്ച് നിസ്കരിക്കട്ടെ എന്നാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഇവിടെ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ നിസ്കാരം എന്ന അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റൊരർത്ഥമാണ്. അവിടെ നമ്മൾ അതിൻ്റെ ആ അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിനാണ് തഅ്വീൽ എന്ന് പറയാം. ഇത് ചെയ്യാൻ നമുക്ക് തെളിവുണ്ട്. എന്താണ് അതിൻ്റെ തെളിവ്? എന്താണ്? ഇതേ ഹദീസ് തന്നെ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ ഇപ്രകാരം കാണാം, ഫഇൻ കാന മുഫ്തിറൻ ഫലിയത്അം, നോമ്പുകാരനല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കട്ടെ. വ ഇൻ കാന സായിമൻ ഫലിയദ്ഉ, ഇനി അവൻ നോമ്പുകാരനാണെങ്കിൽ അവൻ ദുആ ചെയ്യട്ടെ. അഥവാ ആ ക്ഷണിച്ച വീട്ടുകാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അപ്പോൾ ഇവിടെ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ്. സലാത്ത് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥനയാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇതേ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ ദുആ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് തഅ്വീലാണ്. പക്ഷേ ഇത് ദുർവ്യാഖ്യാനമല്ല, അത് സ്വീകാര്യോഗ്യമായ തഅ്വീലാണ്, ശരിയായ തഅ്വീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇനി രണ്ടാമത്തൊരു വശം എന്നുള്ളത്, ഇങ്ങനെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിലേക്ക് മാറ്റുന്നത് ദലീലില്ലാതെ, വിശുദ്ധ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ വ്യക്തമായ തെളിവില്ലാതെ, ഭാഷാപരമായ ഒരു സാധൂകരിക്കുന്ന ഒരു കാര്യവുമില്ലാതെയാണ് എങ്കിൽ ഇത് ബാത്തിലാണ്, അത് തള്ളപ്പെടേണ്ട കാര്യവുമാണ്. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, ലിഅന്നൽ അസ്ല ബഖാഉൽ അദില്ലത്തി അലാ ളാഹിരിഹാ വഅദമു തഅ്വീൽ ബിഗൈരി ദലീൽ. അടിസ്ഥാനം എന്നുള്ളത് പ്രമാണങ്ങളെ, തെളിവുകളെ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ നിലനിർത്തുക, ദലീലില്ലാതെ, തെളിവില്ലാതെ അതിനെ തഅ്വീൽ ചെയ്യാതിരിക്കുക, വ്യാഖ്യാനിക്കാതിരിക്കുക. എന്താണോ പ്രത്യക്ഷമായ അർത്ഥം അതിൽ തന്നെ നിലനിർത്തുകയും വ്യക്തമായ തെളിവില്ലാതെ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാന നിയമം എന്നുള്ളത്. ഈ അടിസ്ഥാന നിയമത്തിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് വേണം? വ്യക്തമായ തെളിവ് വേണം. അപ്പോൾ അതില്ല എങ്കിൽ ആ തഅ്വീൽ മർദൂദാണ്, തള്ളപ്പെടുന്ന അസ്വീകാര്യമായ തഅ്വീലായി മനസ്സിലാക്കണം. ഈ രണ്ടാമത് പറഞ്ഞ ഈ തള്ളപ്പെടുന്ന തഅ്വീലാണ് യഥാർത്ഥത്തിൽ എന്ത്? തഹ്രീഫ്. അതിനാണ് അറബിയിൽ ദുർവ്യാഖ്യാനം എന്ന് പറയുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഈ കവിതയിലെ ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? വലാ അതഅവ്വലു, ഖുർആനും സുന്നത്തും ഞാൻ അവലംബിക്കും, തെളിവായി ഞാൻ അവലംബിക്കും, പക്ഷേ ഞാനത് ദുർവ്യാഖ്യാനിക്കുകയില്ല എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ തഹ്രീഫിനുള്ള ചില ഉദാഹരണങ്ങൾ നോക്കൂ. ബിദ്അത്തിൻ്റെ ആളുകൾ അവർ നടത്തിയിട്ടുള്ള ചില തഹ്രീഫുകളുടെ ഉദാഹരണം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 കരങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ, അതിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യും. അള്ളാഹു പറയുന്നു, ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിൻ്റെ 2 കരങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ബിദ്അത്തിൻ്റെ ആളുകൾ, അശ്അരികളെ പോലെ, മാതുരീദികളെ പോലെയുള്ള ബിദ്അത്തിൻ്റെ ആളുകൾ എന്താണ് അതിന് ദുർവ്യാഖ്യാനം നടത്തുന്നത്? അവിടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള കരങ്ങൾ എന്ന് അർത്ഥം പറയാൻ പാടില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ ശക്തി, കഴിവ്, ഇതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന രീതിയിൽ അവർ അതിനെ വ്യാഖ്യാനിക്കും. യഥാർത്ഥത്തിൽ ഇത് ആദ്യം പറഞ്ഞ തഅ്വീലാണോ രണ്ടാമത് പറഞ്ഞ തഅ്വീലാണോ, അഥവാ സ്വീകരിക്കപ്പെടുന്ന തഅ്വീലാണോ തള്ളപ്പെടുന്ന തഅ്വീലാണോ? സംശയമില്ല, ഇതെന്താണ്? ബാത്തിലായ ദുർവ്യാഖ്യാനമാണ്, ബാത്തിലായ തഅ്വീലാണ്, അഥവാ തഹ്രീഫാണ്, ദുർവ്യാഖ്യാനമാണ് എന്നതിൽ സംശയമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് അവൻ്റെ സിഫത്തായി പറഞ്ഞു തന്നിട്ടുള്ള വിശേഷണം അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം. അതിനെ അർത്ഥം മാറ്റി പറഞ്ഞ് അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് അർത്ഥം മാറ്റി പറയുക എന്നുള്ളത് അത് തെളിവില്ലാതെയുള്ള കാര്യമായതുകൊണ്ട് തന്നെ, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല സിഫത്തുകളുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതെന്താണ്? ബാത്തിലായിട്ടുള്ള തഅ്വീലാണ്, ദുർവ്യാഖ്യാനമാണത്, തഹ്രീഫാണ്. അതുപോലെ തന്നെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് അർഷിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന ആയത്തിനെ അവർ പറയും, ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അവർ പറയും, ഇവിടെ ഇസ്തവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഹണം ചെയ്തു അർഷിന് മുകളിലായി എന്നല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്തൗല എന്നാണ്, അള്ളാഹു അർഷ് കീഴടക്കി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അർഷിന് മുകളിൽ ആരോഹണം ചെയ്തു എന്നല്ല, അള്ളാഹു അർഷ് കീഴടക്കി. ഇത് വ്യക്തമായ തഹ്രീഫാണ്, ബാത്തിലായ തഅ്വീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൻസിലു റബ്ബുന വജാഅ റബ്ബുക, നിൻ്റെ റബ്ബ് വരും. അതുപോലെ തന്നെ നമ്മുടെ റബ്ബ് രാത്രിയുടെ അവസാന ഭാഗത്തോ ഭൂമിയുടെ അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളായി പറയപ്പെട്ട ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ ദുർവ്യാഖ്യാനം നടത്തും. അവർ പറയും അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇറങ്ങി വരുമെന്നല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങി വരും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിൻ്റെ മലക്ക് ഇറങ്ങും. ഇങ്ങനെയുള്ള പല പല വിശദീകരണങ്ങളിലേക്ക് അവർ പോകും. നിൻ്റെ റബ്ബിൻ്റെ കൽപ്പന വരും, നിൻ്റെ റബ്ബിൻ്റെ മലക്ക് വരും എന്നൊക്കെയുള്ള രീതിയിൽ അവർ അതിന് ദുർവ്യാഖ്യാനം നടത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനത്തെ തഹ്രീഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജൂതന്മാരുടെ സ്വഭാവമാണ് തഹ്രീഫ് നടത്തുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അവർ വാചകങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കളയും, ദുർവ്യാഖ്യാനം നടത്തുമെന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇതാണ് ബാത്തിലായ തഅ്വീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ വരുന്ന തഅ്വീലാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല ഈ കവിതയിൽ ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തെളിവ് പിടിക്കുമ്പോൾ അവലംബമായി ഖുർആനും സുന്നത്തും ഞാൻ പറയും, അവലംബിക്കും, സ്വീകരിക്കും. പക്ഷേ ആ പ്രമാണങ്ങളെ ഞാൻ എന്ത് ചെയ്യൂല? തഅ്വീൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
നമ്മൾ അവസാനം പറഞ്ഞ തഅ്വീലാണ്. അഥവാ തെളിവില്ലാതെ അർത്ഥം മാറ്റി പറയുക എന്ന ദുർവ്യാഖ്യാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ തൻ്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും ആ വിഷയത്തിൽ താൻ അവലംബിക്കുന്ന മാർഗം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു വന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ തെളിവ് പിടിക്കുമ്പോൾ പറയുക, എൻ്റെ ദീനിൻ്റെ സ്രോതസ്സായി ഞാൻ അവലംബിക്കുന്നത് ഖാൽ അല്ലാഹു ജല്ല ജലാലുഹു, അള്ളാഹു പറഞ്ഞത് എന്താണോ അതാണ്, വൽ മുസ്തഫ അൽ ഹാദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അതാണ്. അല്ലാതെ ഞാൻ എൻ്റെ വകയായി ദീനിൻ്റെ കാര്യത്തിൽ ഒന്നും സംസാരിക്കുകയില്ല. എൻ്റെ അഭിപ്രായമായി അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ അഭിപ്രായമായി ദീനിൻ്റെ വിഷയത്തിൽ ഞാനൊന്നും പറയുകയില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ആരുടെയെങ്കിലും വെളിപാടുകളുടെയോ അനുഭവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ദീനിൻ്റെ വിഷയം ഞാൻ സംസാരിക്കുകയില്ല. സ്വപ്ന കഥകളുടെ അടിസ്ഥാനത്തിൽ ദീനിൻ്റെ വിഷയം ഞാൻ സംസാരിക്കുകയില്ല. മറിച്ച് ദീനിൻ്റെ വിഷയത്തിൽ എൻ്റെ അവലംബം എന്തുമാത്രമാണ്? അൽ കിതാബു വസ്സുന്ന, കിതാബും സുന്നത്തും മാത്രമാണ്. അത് ഞാൻ എന്ത് ചെയ്യുകയില്ല? വല അതഅവ്വലു, ഞാനതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഖുർആനിലെയും ഹദീസുകളിലെയും മുഴുവൻ തെളിവുകളും ഞാൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. അതാണ് ദീനിൻ്റെ വിഷയത്തിൽ തെളിവുകളായി എൻ്റെ അവലംബം എന്ന് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഖുർആനും സുന്നത്തും തെളിവായി ഞാൻ അവലംബിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുകയില്ല? തഅ്വീൽ ചെയ്യുകയില്ല, അതിനെ ദുർവ്യാഖ്യാനം നടത്തുകയില്ല. പിഴച്ച ആളുകൾ ചെയ്തതുപോലെ പ്രമാണങ്ങളെ അവരുടെ ആദർശത്തിനു വേണ്ടി, അവരുടെ നിലനിൽപ്പിനു വേണ്ടി, അവരുടെ വിശ്വാസവും ആദർശവും പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി ബിദ്അത്തിൻ്റെ ആ കക്ഷികൾ പലരും ചെയ്തതുപോലെ പ്രമാണങ്ങളെ ഞാൻ ദുർവ്യാഖ്യാനം നടത്തുകയില്ല, അർത്ഥം മാറ്റി പറയുകയില്ല. മറിച്ച് ദീനിൻ്റെ വിഷയങ്ങളിൽ എൻ്റെ അവലംബം എന്നുള്ളത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും എന്തു വന്നുവോ അതാണ്. അത് മനസ്സിലാക്കേണ്ട രീതി എന്താണ്? അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, നല്ലവരായ മുൻഗാമികൾ, സഹാബത്ത്, താബിഇകൾ, താബിഇകൾ, ഇവർ എങ്ങനെ ഈ കിതാബും സുന്നത്തും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തുവോ അതാണ് ഖുർആനും സുന്നത്തും അവലംബിക്കുന്നതിലുള്ള എൻ്റെ മാനദണ്ഡം. ഇതാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ വരിയിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വൽ മുസ്തഫൽ ഹാദി എന്നാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശേഷണമാണ്. മുസ്തഫ എന്ന് പറഞ്ഞാൽ അൽ മുജ്തബ എന്നാണ്, അല്ലെങ്കിൽ അൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് മുസ്തഫ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്ന് അള്ളാഹു കിനാനയെ തിരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈശ് ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശ് ഗോത്രത്തിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്നാണ് ബനു ഹാഷിമിനെ അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഇസ്തഫാനാൻ, അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നോക്കൂ, അള്ളാഹു യസ്തഫി, അള്ളാഹു തിരഞ്ഞെടുക്കും, മിനൽ മലായികതി റുസുലൻ, മലക്കുകളിൽ നിന്ന് ചില ദൂതന്മാരെ അള്ളാഹു തിരഞ്ഞെടുക്കും. വ മിനന്നാസ്, മനുഷ്യരിൽ നിന്നും അള്ളാഹു ദൂതന്മാരെ തിരഞ്ഞെടുക്കും. അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അൽ മുസ്തഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അൽ ഹാദി, ഹാദി എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ, വഴികാണിക്കുന്നവൻ. അവിടെ ഏത് ഹിദായത്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഹിദായത്തു തൗഫീഖ്, മറ്റൊന്ന് ഹിദായത്തു ദിലാലത്തി വൽ ഇർഷാദ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഒരു ഹിദായത്ത് ഹൃദയത്തിലിട്ട് കൊടുക്കുക, ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കുക, ഹിദായത്തിലേക്ക് ചേർക്കുക എന്ന അർത്ഥത്തിലുള്ള ഹിദായത്താണ്. രണ്ടാമത്തേത് ഹിദായത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക, അതിലേക്ക് ആളുകളെ നയിക്കുക. ഇതാണ് ഹിദായത്തു ദിലാലത്തി വൽ ഇർഷാദ്. ഇവിടെ ഏത് അർത്ഥമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹാദി എന്ന വിശേഷണം പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? രണ്ടാമത് പറഞ്ഞതാണ് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക, ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നവൻ, നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്ന അർത്ഥമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ ഹിദായത്തിലേക്കുള്ള തൗഫീഖ് നൽകുന്നവൻ
എന്ന അർത്ഥമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. സൃഷ്ടികൾക്കൊരാൾക്കും ഹിദായത്തിലേക്ക് തൗഫീഖ് നൽകാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. അവിടെ ഹിദായത്ത് തൗഫീഖാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ ദീനിൻ്റെ വിഷയത്തിൽ ഇൽമുള്ള പണ്ഡിതന്മാർക്കും അറിവുള്ളവർക്കുമെല്ലാം സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, റസൂലെ താങ്കൾ നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് കാണിക്കുന്നു, നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് ചെയ്യുന്നു, അഥവാ നേരായ മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശേഷണമാണ്, അവിടുത്തെ പേരുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി ചില പേരുകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒന്ന് മുഹമ്മദ്, നമുക്കറിയാം. മറ്റൊന്ന് അഹ്മദ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേരുണ്ട്. അതുപോലെ തന്നെ അൽ ഹാഷിർ, അൽ മാഹി, അൽ ആഖിബ്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ ഒരു വരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണം. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.